ഹേ ഗായ്സ്, അപ്പോൾ ദാണ്ടെ ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു. അപ്പോൾ ആ സ്വപ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് ഹൈഡ്രജൻ ബലൂൺ വെച്ച് പാറിപ്പോകുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ സ്വപ്നം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിട്ടു. പക്ഷേ ഇന്ന് ഞാനത് റിയൽ ലൈഫിൽ എങ്ങനെയായിരിക്കും അത് ചെയ്താലുണ്ടാവുക എന്നാണ് ഞാൻ നോക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ സൈറ്റിൽ വന്ന് കുറച്ച് പണി എടുത്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എനിക്ക് വീട് പറപ്പിക്കൽ അത്ര സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പാരഷൂട്ടിൽ അങ്ങോട്ട് കയറിയിട്ടാണ്. അപ്പോൾ പാരഷൂട്ട് കയറിയിട്ട് എനിക്ക് ഗൈസ് ഇതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും ഇനി താഴെ പോയിട്ട് നമുക്ക് നമ്മുടെ വീടന്നെ ഒന്ന് പറപ്പിച്ച് നോക്കണം കേട്ടോ. ഇത് വലിയ ഗുമ്മൊന്നുമില്ല ഗൈസ്, ഇത് നമ്മുടെ സാധാ ഹെലികോപ്റ്ററിൽ പോകണ അതേ ഒരു ഫീൽ തന്നെയാണ് ഗൈസ്. ഇതിന് ടൈം കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നിടത്ത് പോയി ലാൻഡ് ആവുന്നതാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇനി എന്തായാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ വീട് തന്നെ നമുക്ക് അങ്ങോട്ട് പറപ്പിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതിപ്പോൾ എപ്പോഴാണ് ലാൻഡ് ആവുകയെന്നറിയില്ല. ഇതിൻ്റെ ടൈം കഴിഞ്ഞ്. ഓക്കേ, നമുക്ക് എന്തായാലും ഇനി കുറച്ച് ഹൈഡ്രജൻ ബലൂൺ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ വീടൊന്ന് ജസ്റ്റ് പറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ വീടൊന്ന് ഇപ്പോൾ ഭൂമിയിൽ ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതൊന്ന് ജസ്റ്റ് ഒന്ന് പറിച്ചെടുക്കണം അവിടുന്ന്. എന്നിട്ടൊരു കൺട്രോളർ ആക്കണം, ഒരു ബട്ടണിൽ കൺട്രോൾ ചെയ്യണം. എന്നിട്ടാണ് നമ്മൾ ഹൈഡ്രജൻ ബലൂൺ വെക്കുന്നത്, അല്ലെങ്കിൽ വെച്ചിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, നമ്മളങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി 3-4 സ്ഥലത്ത് നമ്മുടെ ഹൈഡ്രജൻ ബലൂൺ വിൽക്കുന്ന കട ഉണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടെ. ഓക്കെ, ബീച്ചിൻ്റെ സൈഡിലുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റാമ്പിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ ആ ഒരു കാണുന്ന വലിയ റാമ്പിൻ്റെ മുകളിലും കുറേ ബലൂൺസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു കടയാണെന്ന് വെച്ചാൽ കടയല്ല, ആകെയുള്ളൊരു കട നമ്മുടെ ബീച്ചിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് വാങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം മറ്റേതൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ കൊടുത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ബീച്ചിൻ്റെ അവിടെ നിന്ന് എടുത്തു. ഇപ്പോൾ അതാണ്ട് നമ്മൾ മൊത്തം ട്രക്കിൽ അങ്ങോട്ട് നിറച്ചിട്ടുണ്ട്. ഇത് കുറച്ച് അധികം ഞാൻ വേറെയും ഓർഡർ ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ട്രക്ക് മാറിപ്പോകുന്നൊന്നുമില്ല. അപ്പോൾ ട്രക്കിനെക്കാട്ടി കാണാനുള്ളതാണ് വീട്. പക്ഷേ ഇത് പാറിപ്പോവില്ലേന്നാവോ. ഓക്കെ, ഞാൻ എന്തായാലും ഇനി ഇത് നമ്മുടെ വീടിൻ്റെ മുകളിലൊന്ന് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താവുന്നൊന്ന് നോക്കാം. ഗൈസ്, ഇതുവരെയായിട്ട് നമ്മുടെ വണ്ടിക്കൊന്നും ഒരു അനക്കം പോലും ഇല്ല, ഒരു പൊന്തലോ താവലോ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ്ട് കാണാം, ഞങ്ങളങ്ങനെ മൊത്തം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൺ മാത്രം ഞെക്കിയാൽ മതി, എന്നാൽ മാത്രമേ ഇനി നമുക്ക് പണിയുള്ളൂ. അപ്പോൾ നമുക്കിനി വീടിൻ്റെ അകത്ത് കയറി നമ്മുടെ ആ ബട്ടൺ ആക്കണം. ഓക്കെ, നമ്മൾ ട്രക്കിൽ കൂടുന്നതിനേക്കാൾ കൂടുതൽ ബലൂണുള്ള പോലെ എനിക്ക് തോന്നുന്നു. എടാ, എന്തെങ്കിലും മാജിക് എന്തെങ്കിലും നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്ത് പോയിട്ടാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് നേരെ പോകാം, ലെറ്റ്സ് ഗോ. ഗൈസ്, എനിക്ക് ബട്ടൺ ഞെക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. താണ്ട വീട് പൊന്തി. എടേ, ട്രക്ക് പൊന്തിയില്ല, പക്ഷെ വീട് പൊന്തി പോന്ന്. ഷടാ ഗൈസ്, നമുക്കിനി ഓഗീത്തെ പോലൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇത് നേരെ മാത്രമേ പോകുന്നുള്ളൂ. ഷടാ, ഇനിയിപ്പോൾ അത് എന്ത് ചെയ്യും ഗൈസ്? ബലൂൺ കുത്തി പൊട്ടിച്ചേ ഇനി താഴെ ചാടുള്ളൂ ഗൈസ്. എനിക്ക് ഓഗിയുടെ പോലെ നഖോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇനി ഇതെങ്ങനെ പൊട്ടിക്കും ഗൈസ്? പെട്ടു, ചുരുക്കി പറഞ്ഞാൽ ഞാൻ പെട്ടു ഗൈസ്. ഇനി ഇത് വേറെ കാറ്റോ കാര്യങ്ങളോ വന്നാൽ ഞാൻ നമ്മുടെ വീടൊക്കെ പാടെ പാറിപ്പോകുന്നായിരിക്കും. അയ്യോ.